തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടക്കുകയാണ്. ക്യാമ്പസുകളിലെയും ഹോസ്റ്റലുകളിലെയും ലഹരി മാഫിയ റാഗിംഗ് സംഘങ്ങളെ അമർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടാണ് മാർച്ച്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും അല്പസമയത്തിനകം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ വരും. പ്രവർത്തകർക്ക് നേരെ ഇതിനോടകം പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ പ്രവർത്തകർ മടങ്ങിപ്പോകാൻ കൂട്ടാക്കുന്നില്ല. പോലീസ് ബാരിക്കേഡ് ഭേദിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള ശ്രമം ഇപ്പോഴും അവിടെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. കൂടുതൽ KSU പ്രവർത്തകർ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ മാർച്ച്. കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് സംഘടിച്ച് വീണ്ടും ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിക്കുകയാണ്. ക്യാമ്പസുകളിലെ ഹോസ്റ്റലുകളിലെയും ലഹരി മാഫിയ റാഗിംഗ് സംഘങ്ങളെ അമർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ മാർച്ച്. കോട്ടയത്തെ റാഗിംഗ് പീഡനത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ KSU ഈ മാർച്ച് സംഘടിപ്പിച്ചത്. വി ജയശങ്കറാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജയശങ്കർ, ഇതിനോടകം നിരവധി തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് വീണ്ടും ജലപീരങ്കി പ്രയോഗമാണ്. പ്രവർത്തകർ മടങ്ങിപ്പോകാൻ കൂട്ടാക്കുന്നില്ല. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ KSUവിൻ്റെ? അതായത് വിജയകുമാർ, ഈ ക്യാമ്പസുകളിലെ ലഹരി ഒപ്പം തന്നെ റാഗിങ്ങിനൊക്കെ എതിരെയാണ് KSU തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച്. KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. 2 തവണയോളം പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് ജലപീരങ്കി പ്രയോഗിച്ചു. നിലവിൽ അവിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയൊരു ഏറ്റുമുട്ടൽ നടക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സെക്രട്ടേറിയറ്റിൻ്റെ സൈഡിലുള്ള കമ്പിവേലി ചാടിക്കടന്ന് ചില പ്രവർത്തകർ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിന് കാരണമായിട്ടുള്ളത്. നിലവിൽ ഏറെക്കുറെ പ്രവർത്തകരെല്ലാം തന്നെ ആ സെക്രട്ടേറിയറ്റിന് സമീപത്തേക്ക് മാറിയിട്ടുണ്ട്. അവിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ വാക്കുതർക്കത്തിലും പരസ്പരം ഏറ്റുമുട്ടലിലും ഏർപ്പെടുന്നതാണ് നിലവിൽ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ ക്യാമ്പസുകളിലെ പ്രശ്നങ്ങൾക്കെതിരെയാണ് ഇത്തരത്തിൽ KSUവിൻ്റെ വലിയ പ്രതിഷേധം. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഗോപു ഉൾപ്പെടെയുള്ള ആളുകൾ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ളൊരു ശ്രമം അവിടെ നടത്തുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ വലിയ തോതിൽ വൈകാരികമായാണ് ഈ ഒരു സമരത്തെ കാണുന്നത്. ഇത്തരം ക്യാമ്പസുകളിലെ പ്രശ്നങ്ങൾക്കെതിരെ അതിനൊരു ശാശ്വത പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് KSUവിൻ്റെ ഒരു സമരം. എന്തായാലും ഈ പോലീസും പ്രവർത്തകരും തമ്മിൽ സെക്രട്ടേറിയറ്റിന് സമീപമുള്ള ഗേറ്റിന് അടുത്ത് നേരിട്ട് ഏറ്റുമുട്ടുന്നു. ഈ പോലീസിൻ്റെ സാധനങ്ങളെല്ലാം തന്നെ ഈ പ്രവർത്തകർ എടുത്ത് ഇതാക്കുന്നതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പോലീസിന്റെ ഷീൽഡ് ഉൾപ്പെടെ പ്രവർത്തകർ കയ്യിലെടുത്ത് തകർക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ വലിയ പ്രകോപനം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഈ മതിൽ ചാടിക്കടന്ന് സെക്രട്ടറിയുടെ കമ്പിവേലി ചാടിക്കടന്ന് ഉള്ളിലേക്ക് എത്താനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ പോലീസ് അതിനെ തടുക്കുക മാത്രമാണ് ചെയ്തത്. ഇതുവരെ 2 തവണ പോലീസ് ജലപീരങ്കി. ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നുണ്ട്. പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല എന്ന് തന്നെയല്ല, മറ്റൊരു ഗേറ്റിലൂടെ ഈ സെക്രട്ടേറിയറ്റിനകത്തേക്ക് കയറാനുള്ള പ്രവർത്തകരുടെ ശ്രമം പോലീസ് വളരെ ബുദ്ധിമുട്ടി പ്രവർത്തകരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പോലീസിന്റെ ഷീൽഡ് ഉൾപ്പെടെ KSU പ്രവർത്തകർ പിടിച്ചു വാങ്ങി മാറ്റുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. ഷഫീദ്, ഈ 2-3 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. മറ്റൊരു ഗേറ്റിലൂടെ മതിലിന് അകത്തേക്ക് എന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റിനകത്തേക്ക് കടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം പോലീസ് കഷ്ടപ്പെട്ടാണ് തടയുന്നത്, അല്ലേ? ഈ വനിതാ പ്രവർത്തകരടക്കം സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടക്കാനുള്ള നീക്കം അത് നടത്തുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാനുള്ള പോലീസ് നീക്കവും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു വനിതാ പ്രവർത്തകയെ പോലീസുകാർ ഈ മതിൽ ചാടിക്കടക്കുന്നത് തടയുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ സംഘർഷഭരിതമാണ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ KSUവിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പോലീസും പ്രവർത്തകരും തമ്മിൽ കാര്യമായ സംഘർഷവും ഉന്തും തള്ളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിച്ചതാണ് ഈ ആദ്യഘട്ടത്തിൽ സംഘർഷത്തിന് കാരണമായത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. സെക്രട്ടേറിയറ്റിന്റെ ഈ ബാരിക്കേഡ് വെച്ച് തടഞ്ഞ ഭാഗത്തിന് സമീപത്തോടുകൂടി ഈ KSUവിന്റെ പ്രവർത്തകർ അവർ ഈ സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചതായിരുന്നു ആ പ്രകോപനത്തിന്റെ ആദ്യ കാരണം. ശേഷം പോലീസിന്റെ ഷീൽഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ബലം പ്രയോഗിച്ച മേടിച്ച ഈ റോഡിന് നടുവിലേക്ക് കൊണ്ടുവന്ന് തകർക്കുന്നതടക്കമുള്ളത് നമ്മൾ ഈ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് കണ്ടു.